ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടൊരു ആംഗ്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഈ ആംഗ്ലെറ്റിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ സിൽവർ കളർ ഗിയർ വയറിലാണ് ഉണ്ടാക്കുന്നത്. അധികം ആരും സിൽവർ കളർ ഗിയർ വയറിൽ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സിൽവർ കളർ ജംപ് റിങ് ആഡ് ചെയ്തിട്ട് ഈ എൻഡ് ഒന്ന് ബെൻഡ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്ത് നല്ല രീതിക്ക് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സെറ്റായി കിട്ടിക്കോളും. പ്രസ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ബീഡ്സ് ആഡ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഗ്രീൻ കളർ ഗ്ലാസ് ബീഡാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഒരു സിൽവർ കളർ ഗുങ്കുരുവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ അധികം ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഈ ഗുങ്കുരു ആഡ് ചെയ്ത ശേഷം ഒരു ഗ്രീൻ കളർ ഗ്ലാസ് ബീഡും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് ഒരു ഗിയർ ലോക്കും കൂടി അറ്റാച്ച് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ 8 പാറ്റേൺ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇത് കാണാനുണ്ടാവുക. ഇനി നമുക്ക് ഈ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത പാറ്റേൺ എടുക്കുന്നത്. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഗിയർ ലോക്ക് ഇട്ട് പ്രസ് ചെയ്തെടുത്ത ശേഷം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ള കളർ ഗ്ലാസ് ബീഡാണ് ആഡ് ചെയ്യുന്നത്. ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഒരു വെള്ള കളർ ആഡ് ചെയ്ത് പിന്നെ ഒരു സിൽവർ ഗുങ്കുരുവും പിന്നെ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് കാണാനുണ്ടാവുക. ഇതിനുശേഷം ആ ഗിയർ വയർ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ ആംഗ്ലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ ആരും മറക്കരുതേ. അത് മാത്രമല്ല, അടുത്ത എന്താ ചെയ്യേണ്ടതെന്നും കൂടി ഇതുപോലെ ഉണ്ടാവും. അടുത്ത് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് പച്ച കളറിലുള്ള ഗ്ലാസ് ബീഡാണ്. ഇതിനും സെയിം പ്രോസസ്സ് തന്നെയാണ്. 2 സെൻറ്റിമീറ്റർ ദൂരം വെച്ചിട്ടാണ് അടുത്തതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ലാസ്റ്റ് പാറ്റേൺ ആണ് ഞാൻ ഇനി ചെയ്തെടുക്കാൻ പോകുന്നത്. അത് ആഡ് ചെയ്ത ശേഷം അതിലേക്ക് ഫിഷ് ഹൂക്ക് ആഡ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ മറക്കരുത് കേട്ടോ. അത് ആഡ് ചെയ്തിട്ട് ആ വയർ ബെൻഡ് ചെയ്ത് ഈ ഒരു ഗിയർ ലോക്കിലൂടെ പാസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതോടുകൂടി നമ്മുടെ ആംഗ്ലെറ്റ് മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.